ടിങ്കർ ചാംപ്സിൽ നിന്നുള്ള ചേഞ്ച് മേക്കിംഗ് സീരീസിലേക്ക് സ്വാഗതം. പരസ്പര താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങളിൽ സഹ-എരിയൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന ദൗത്യത്തിലാണ് അവർ. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ടിങ്കറിംഗ്, പ്രശ്നപരിഹാരം, നവീകരണം, സംരംഭകത്വം, പരിവർത്തൻ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി മൈക്രോ ലേണിംഗ് മൊഡ്യൂളുകൾ ടിങ്കർ ചാംപ്സ് അവതരിപ്പിക്കുന്നു. 10 ഭാഗങ്ങളുള്ള ഈ പോഡ്കാസ്റ്റ് പരമ്പരയിൽ പരിവർത്തന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളും നിങ്ങൾക്കും എങ്ങനെ ഒരു പരിവർത്തൻ വ്യക്തിയാകാമെന്ന് മനസ്സിലാക്കാൻ ടിങ്കർ ചാംപ്സ് നിങ്ങളെ സഹായിക്കും. ഓരോ പോഡ്കാസ്റ്റും ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ്, കൂടാതെ നിങ്ങൾക്ക് പരിശീലിക്കുന്നതിനായി ഒരു പരിവർത്തൻ പ്രവർത്തനം ഉൾപ്പെടുന്നു. കൂടുതൽ ആലോചനകളില്ലാതെ ഡൽഹിയിൽ നിന്നുള്ള 9th ക്ലാസ് വിദ്യാർത്ഥിയും പരിവർത്തൻ വ്യക്തിയുമായ ടിങ്കർ ചാമ്പ് നിതീഷ് ഗാർഗ് അവതരിപ്പിക്കുന്ന എപ്പിസോഡ് 8 നിന്ന് നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. ടിങ്കർ ചാംപ്സ് ഒരുക്കുന്ന മാറ്റം സൃഷ്ടിക്കുന്നതിനുള്ള ഈ യാത്രയുടെ 8ാമത്തെ പടവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ സ്കൂളിലൊക്കെ പല പ്രോജക്റ്റുകളും ഉണ്ടാക്കാറുണ്ട്, അല്ലേ? ചിലപ്പോൾ വർക്കിംഗ് മോഡലുകൾ, ചിലപ്പോൾ ആപ്പുകൾ. അതെ, ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് വരാറുണ്ട്. പക്ഷേ അതൊക്കെ വെറും സ്കൂൾ പ്രോജക്റ്റുകളായിട്ട് അവിടെ തീർന്നു പോകാതെ യഥാർത്ഥത്തിൽ ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒന്നായി മാറണമെങ്കിൽ അതാണ് പ്രധാനം. അതിനെന്തു വേണം? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിന് സഹായിക്കുന്ന 2 പ്രധാന ശക്തികളെക്കുറിച്ചാണ്. സൂപ്പർ പവറുകൾ എന്ന് പറയാം. അതെ, എല്ലാവരെയും ഉൾക്കൊള്ളൽ, അതായത് ഇൻക്ലൂസിവിറ്റി, പിന്നെ ഫലപ്രാപ്തി, ഇഫക്റ്റീവ്നെസ്. ശരിയാണ്. ഈ ചിന്തകളൊക്കെ വരുന്നത് ടിങ്കർ ചാമ്പായ നിതീഷ് ഗാർഗിന്റെ അനുഭവങ്ങളിൽ നിന്നും ഉൾക്കാഴ്ചകളിൽ നിന്നുമാണ്. അതെ, പുതിയ കണ്ടുപിടുത്തങ്ങൾ എപ്പോഴും ആവേശമാണ്, അല്ലേ? തീർച്ചയായും. സർക്യൂട്ടുകൾ ഉണ്ടാക്കുക, കോഡ് ചെയ്യുക, പുതിയ ഡിസൈനുകൾ ഒക്കെ രസമാണ്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് മാത്രം ഉപകാരപ്പെടുന്ന, മറ്റുള്ളവരെ അറിയാതെയാണെങ്കിലും ഒഴിവാക്കുന്ന ഒരു ആശയം, അത് പൂർണ്ണമാണോ? അതൊരു വലിയ ചോദ്യമാണ്. അതുപോലെ ഡെമോ കാണിക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നും. ഓ, പക്ഷേ യഥാർത്ഥ ലോകത്തിൽ അത് പരാജയപ്പെട്ടാലോ? അപ്പോ അത് ഫലപ്രദമല്ല എന്ന് വരും. വളരെ ശരിയാണ്. ഇവിടെയാണ് ഈ 2 ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത്. ഒന്ന്, നമ്മുടെ ഈ ശ്രമങ്ങളിൽ നിന്ന് ആരാണ് പിന്നോട്ടു പോകുന്നത്? അതാണ് ഇൻക്ലൂസിവിറ്റിയുടെ ചോദ്യം. 2, നമ്മുടെ ആശയം ഏറ്റവും ആവശ്യമുള്ളിടത്ത് അത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ? അത് എഫക്റ്റീവ്നെസ്. അതെ, ഈ 2 ഘടകങ്ങളും ഒരുമിച്ച് പോയില്ലെങ്കിൽ എത്ര മികച്ചതോ ധാർമ്മികമോ ആയ ആശയത്തിനും ഒരുപക്ഷെ ശാശ്വതമായ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞെന്നുവരില്ല. ഉദാഹരണത്തിന്, ഗ്രാമങ്ങളിലെ പ്രായമായവരെ അത്ര പരിഗണിക്കാത്ത ഒരു ഹെൽത്ത് ഡിവൈസ്, അല്ലെങ്കിൽ നല്ല സ്പീഡുള്ള ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ പ്രവർത്തിക്കാത്തൊരു ലേണിംഗ് ആപ്പ്. അത് പലയിടത്തും പ്രശ്നമാകും. പിന്നെയോ, വെളിയിൽ വെച്ചാൽ കേടാകുന്ന ഒരു സ്മാർട്ട് ഡസ്റ്റ്ബിൻ. ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കണ്ടുപിടുത്തം എന്നത് ലാബിൽ എന്തു വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് എല്ലാവർക്കും എല്ലായിടത്തും എന്തു വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. അതെ. അപ്പോ ഈ ചർച്ചയിൽ നമ്മളെപ്പോലുള്ള യുവ മാറ്റം വരുത്തുന്നവർക്ക് എങ്ങനെ സഹാനുഭൂതിയോടെ ഡിസൈൻ ചെയ്യാം? യാഥാർത്ഥ്യബോധത്തോടെ എങ്ങനെ പരീക്ഷിക്കാം? എങ്ങനെയാണ് ആളുകളെ ആകർഷിക്കുക മാത്രമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുകയും നിലനിൽക്കുകയും വിശ്വാസം നൽകുകയും ചെയ്യുന്ന പരിഹാരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുക? നമുക്കതൊന്ന് വിശദമായി നോക്കാം. അപ്പോ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 3 കാര്യങ്ങൾ മനസ്സിൽ വെക്കാം: ധാർമ്മികത, എല്ലാവരെയും ഉൾക്കൊള്ളൽ, ഫലപ്രാപ്തി. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ സ്വയം ചോദിക്കണം, ഞാൻ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണോ? ഞാൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ടോ? എന്റെ പരിഹാരം ഫലപ്രദമാണോ? ഈ 3ഉം ഒരുമിച്ച് വരുമ്പോഴാണ് മാറ്റം ശരിക്കും തിളങ്ങുന്നത്. ശരി, അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ആദ്യം എല്ലാവരെയും ഉൾക്കൊള്ളൽ, ഡിസൈനിങ് ഫോർ എവ്രിവൺ. ധാർമ്മികത മാറ്റത്തിന്റെ ആത്മാവാണെങ്കിൽ ഇൻക്ലൂസിവിറ്റി അതിന്റെ ഹൃദയമാണ് എന്ന് പറയാം. നല്ല താരതമ്യം. ഒരു പരിഹാരം എത്ര ശക്തമാണെന്നത് അത് എത്ര ജീവിതങ്ങളെ സ്പർശിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലേ? തീർച്ചയായും. പലപ്പോഴും നമ്മൾ കൂൾ ടെക്നോളജി ഉണ്ടാക്കുന്നതിന്റെ ആവേശത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ മറന്നുപോകും. എന്താണത്? ആരാണ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് ഇൻക്ലൂസിവിറ്റി? ലളിതമായി പറഞ്ഞാൽ, നമ്മളൊരു പരിഹാരമുണ്ടാക്കുമ്പോൾ അത് കുറച്ചുപേർക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒന്നാകാതെ എല്ലാവർക്കും. അതെ. ലിംഗഭേദം, അവർ താമസിക്കുന്ന സ്ഥലം, ഭാഷ, ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ, സാമ്പത്തിക പശ്ചാത്തലം, ഇതൊന്നും ഒരു തടസ്സമാകാതെ എല്ലാവർക്കും വാതിലുകൾ തുറക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക. അതാണ് ലക്ഷ്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇംഗ്ലീഷിൽ ഒരു അടിപൊളി ലേണിംഗ് ആപ്പ് ഉണ്ടാക്കി. കൊള്ളാം. പക്ഷേ മലയാളത്തിലോ
തമിഴിലോ ഹിന്ദിയിലോ ഒക്കെ കൂടുതൽ എളുപ്പത്തിൽ പഠിക്കുന്ന ഒരു ഗ്രാമീണ വിദ്യാർത്ഥിക്ക് അത് എത്രത്തോളം പ്രയോജനപ്പെടും? ശരിയാണ്, അവിടെ ഒരു വിടവുണ്ട്. അല്ലെങ്കിൽ 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് ഒരു കിടിലൻ ആർട്ടിഫിഷ്യൽ കൈയുണ്ടാക്കി ഓഹോ, ഭയങ്കരമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ, പക്ഷെ അതിന് 50,000 രൂപ ചെലവാകും. അയ്യോ, അപ്പോ അത് ആവശ്യമുള്ള സാധാരണക്കാർക്ക് ഭൂരിഭാഗം പേർക്കും ഒരുപക്ഷെ ആ പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. അവിടെയാണ് ഇൻക്ലൂസിവിറ്റിയുടെ പ്രാധാന്യം വരുന്നത്. അതൊരു എന്താ പറയാ, അധികമായി ചേർക്കുന്നൊരു ഫീച്ചറല്ല, മറിച്ച് നിങ്ങളുടെ കണ്ടുപിടുത്തം യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉള്ളതാണോ എന്നതിന്റെ ഒരു ടെസ്റ്റാണ്. അതിന് ചില തത്വങ്ങൾ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അതെ. 1. ലഭ്യത, ആക്സസിബിലിറ്റി. വ്യത്യസ്ത കഴിവുകളുള്ള ആളുകൾക്ക്, ഉദാഹരണത്തിന് കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിക്ക് നിങ്ങളുടെ പരിഹാരം ഉപയോഗിക്കാൻ പറ്റുമോ? ടെക്സ്റ്റ് ടു സ്പീച്ച് ഫീച്ചറുകൾ പോലെ. അതെ. 2. ചിലവ് താങ്ങാനാവുന്നത്, എഫോർഡബിലിറ്റി. ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക് ഇതിന്റെ വില താങ്ങാൻ പറ്റുമോ? 3. സാംസ്കാരിക സംവേദനക്ഷമത, കൾച്ചറൽ സെൻസിറ്റിവിറ്റി. നിങ്ങളുടെ ആശയം അവിടുത്തെ പ്രാദേശിക രീതികളെയും ഭാഷകളെയും വിശ്വാസങ്ങളെയും ഒക്കെ മാനിക്കുന്നുണ്ടോ? 4. പ്രാതിനിധ്യം, റെപ്രസെന്റേഷൻ. അതെ. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ഇതുണ്ടാക്കുന്നത് അവരോട് നേരിട്ട് സംസാരിച്ചോ? അതോ അവരുടെ ആവശ്യം ഇന്നതായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കുകയാണോ? ഈ ഊഹം പലപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് ATL തലത്തിൽ ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? നോക്കാം. ഇപ്പോ വിള നിരീക്ഷണത്തിനുള്ള ഒരു ഡ്രോൺ. കേട്ടിട്ടുണ്ട്. വലിയ കൃഷിയിടങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ 1 ഏക്കറോ അതിൽ കുറവോ ഒക്കെ കൃഷിയുള്ള സാധാരണ കർഷകർക്കോ? അവർക്കത് താങ്ങാനും പറ്റില്ല, ഒരുപക്ഷെ പ്രവർത്തിപ്പിക്കാനും അറിയില്ലായിരിക്കും. അതുപോലെ ഹെൽത്ത് മോണിറ്ററിംഗ് വെയറബിൾ, ഓക്സിജനും ഹൃദയമിടിപ്പും ഒക്കെ നോക്കും. കൊള്ളാലോ. പക്ഷെ ഡാറ്റ കാണാനൊരു സ്മാർട്ട് ഫോൺ ആപ്പ് വേണം. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത എത്രയോ പ്രായമായവരുണ്ട്. ശരിയാണ്. അപ്പൊ അവർ ഒഴിവാക്കപ്പെട്ടു. പിന്നൊരു ഡിജിറ്റൽ ലേണിംഗ് ഗെയിം, നല്ല രസമുണ്ട് കളിക്കാൻ. ഓഹോ. പക്ഷേ നല്ല സ്പീഡുള്ള ഇന്റർനെറ്റ് വേണം. കുറഞ്ഞ ബാൻഡ് വിഡ്ത്തുള്ള ഗ്രാമങ്ങളിലെ കുട്ടികൾക്കോ? അവർക്കും ഇത് കിട്ടില്ല. ഈ പ്രോജക്റ്റുകളെല്ലാം ക്രിയേറ്റിവിറ്റിയിൽ മുന്നിലാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഇൻക്ലൂസിവിറ്റിയിൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ അല്പം പിന്നിലാണ്. അപ്പോൾ യഥാർത്ഥ വെല്ലുവിളി ഈ ഐഡിയകളെ വേണ്ടെന്ന് വെക്കുക എന്നതല്ല. പിന്നെന്താണ്? എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ പുനർരൂപകൽപ്പന ചെയ്യാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാം എന്നതാണ്. അപ്പോ എങ്ങനെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുക? ചില കാര്യങ്ങൾ ചെയ്യാം. ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 3-5 തരം വ്യത്യസ്ത ഉപയോക്താക്കളുമായി സംസാരിക്കുക. ആർക്കൊക്കെ വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരോട്? അതെ. സാധാരണക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, ഭിന്നശേഷിയുള്ളവർ, ഗ്രാമത്തിലുള്ളവർ, നഗരത്തിലുള്ളവർ, അങ്ങനെ പലതരത്തിലുള്ളവരോട്. പിന്നെ സ്കൂളിലെ ലാബിൽ മാത്രം പരീക്ഷിക്കാതെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ, ചിലപ്പോൾ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്തു കൊണ്ടുപോയി പരീക്ഷിക്കുക. ശരി. ആദ്യം ഒരുപാട് ഫീച്ചറുകളുള്ള കോംപ്ലിക്കേറ്റഡ് സാധനം ഉണ്ടാക്കാതെ അടിസ്ഥാനപരമായ ചിലവ് കുറഞ്ഞ ഒരു വേർഷൻ ഉണ്ടാക്കുക. അതിനുശേഷം പതിയെ മെച്ചപ്പെടുത്താം. ഫീഡ്ബാക്ക് എപ്പോഴും സ്വീകരിക്കുക. അതെ. ഫീഡ്ബാക്ക് ലൂപ്പുകൾ തുറന്നിടുക. നമ്മൾ കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇൻക്ലൂസിവിറ്റി വളരുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ ഒരു ലളിതമായ ചെക്ക് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. ഒരു 4 ചോദ്യങ്ങൾ. 1. ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഈ പരിഹാരം ഉപയോഗിക്കാൻ കഴിയുമോ? യെസ്. 2. ഭിന്നശേഷിയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കുമോ? യെസ്. 3. ഇത് ഒരു പ്രാദേശിക ഭാഷയിൽ, നാട്ടുഭാഷയിൽ വിശദീകരിക്കാൻ കഴിയുമോ? യെസ്. 4. ഒരു സാധാരണ ഗ്രാമീണ കുടുംബത്തിന് ഒരു മാസം താങ്ങാനാകുന്നതിലും കുറവാണോ ഇതിന്റെ വില? യെസ്. ഓക്കെ. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പൊ നിങ്ങൾ കേൾക്കുന്നവർ, നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ATL പ്രോജക്റ്റ് എടുത്ത് ഈ ചോദ്യങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ആരാണ് ഉൾപ്പെട്ടത്, ആരാണ് ഒഴിവാക്കപ്പെട്ടത്? എല്ലാവർക്കും പ്രയോജനം കിട്ടാൻ ഇതിനെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? ഓർത്തുക, നിങ്ങൾ എല്ലാവർക്കുമായി ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുമൊരു പ്രശ്നം പരിഹരിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യാശ പകരുകയാണ്. അതെ. ശരിയപ്പോ ഇൻക്ലൂസിവിറ്റി ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് ധാർമ്മികമായി ശരിയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നുമുണ്ട്. പക്ഷെ അവസാനത്തെ ഒരു പരീക്ഷണം കൂടിയുണ്ട്. അതെന്താണ്? ഇത് യഥാർത്ഥ ലോകത്തിൽ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ? അതാണ് ഫലപ്രാപ്തി അഥവാ ഇഫക്റ്റീവ്നെസ്. ശരിയാണ്. ഒരു അവതരണത്തിൽ അല്ലെങ്കിൽ ഡെമോയിൽ നന്നായി കാണുന്നതിനേക്കാൾ ഉപരിയാണ് ഫലപ്രാപ്തി. അതെ. അത് ആളുകളുടെ ജീവിതത്തിൽ ഒരു ദൃശ്യമായ മാറ്റം, അളക്കാൻ പറ്റുന്നൊരു മാറ്റം ഉണ്ടാക്കണം. മാറ്റം വരുത്തുന്നവർ എന്ന നിലയിൽ എനിക്കൊരു ഐഡിയയുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മുടെ ആശയങ്ങൾ ഫലം തരുന്നുണ്ട് എന്ന് കാണിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം കിട്ടുന്നത്. അപ്പോ എന്താണ് ഫലപ്രാപ്തി? അത് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? 1.
നമ്മൾ ലക്ഷ്യമിടുന്ന പരിസ്ഥിതിയിൽ, ആ സാഹചര്യത്തിൽ ഈ പരിഹാരം പ്രായോഗികമാണോ? 2. ലാബിൽ കിട്ടിയ അതേ ഫലം ഫീൽഡിലും സ്ഥിരമായി കിട്ടുന്നുണ്ടോ? 3. ഇതുപയോഗിക്കുന്ന ആൾക്ക്, അന്തിമ ഉപയോക്താവിന്, ഇത് സ്വീകരിക്കാനും നിലനിർത്താനും എളുപ്പമാണോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലാബില് 99% അണുക്കളെ കൊല്ലുന്ന ഒരു വാട്ടർ ഫിൽട്ടർ. പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പക്ഷേ അത് പ്രവർത്തിക്കാൻ എപ്പോഴും നല്ല പ്രഷറിൽ വെള്ളം വരണം, അല്ലെങ്കിൽ സ്ഥിരമായി കരണ്ട് വേണം. ഇത് രണ്ടുമില്ലാത്തൊരു സ്ഥലത്ത് അവിടെ അത് ഫലപ്രദമാണോ? ഒരു പക്ഷേ അല്ല. അല്ല. അപ്പോ ഫലപ്രദമായ മാറ്റമുണ്ടാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണവ? 1. പ്രായോഗികത, പ്രാക്ടിക്കാലിറ്റി. യഥാർത്ഥ ലോകത്തിലെ സാഹചര്യങ്ങൾ, ചൂട്, പൊടി, വെള്ളം കയറൽ, വൈദ്യുതിയുടെ ഏറ്റക്കുറച്ചിൽ, കുറഞ്ഞ സൗകര്യങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുമോ? 2. ഉപയോഗക്ഷമത, യൂസബിലിറ്റി. അതെ, അധികം ട്രെയിനിംഗ് ഒന്നുമില്ലാതെ സാധാരണ ഉപയോക്താക്കൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും പറ്റുമോ? 3. വിശ്വാസ്യത, റിലയബിലിറ്റി. ഇത് സ്ഥിരമായി ഇടയ്ക്കിടെ കേടാവാതെ പ്രവർത്തിക്കുമോ? കാലക്രമേണ ഒരേ ഫലം തരുമോ? 4. വികസിപ്പിക്കാനുള്ള സാധ്യത, സ്കെയിലബിലിറ്റി. ഇത് കുറച്ചുപേർക്കുണ്ടാക്കിയത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ, ഒരുപാട് എണ്ണം ഉണ്ടാക്കുമ്പോൾ ക്വാളിറ്റി കുറയാതെ പ്രശ്നങ്ങളില്ലാതെ വളർത്താൻ കഴിയുമോ? ATL തലത്തിലെ ചില ഫലപ്രാപ്തിയിലെ വിടവുകൾ നോക്കിയാലോ? നോക്കാം. സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റം സ്കൂൾ ഡെമോയിൽ വെള്ളം ലാഭിക്കുന്നത് കാണിച്ചു. കൊള്ളാം. പക്ഷേ യഥാർത്ഥ കർഷകർക്ക് ഇത് സ്ഥാപിക്കാനോ ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ടെക്നിക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോ അതവിടെ നിൽക്കും, ഫലപ്രദമല്ലാതാകും. അതുപോലെ വേസ്റ്റ് സെഗ്രിഗേറ്റിംഗ് ബെൻ, മാലിന്യം വേർതിരിക്കുന്ന ബെൻ, അത് കണ്ടിട്ടുണ്ട്. ATL ലാബിന്റെ വൃത്തിയുള്ള സാഹചര്യത്തിൽ നന്നായി പ്രവർത്തിച്ചു. പക്ഷെ പൊടിയും മഴയുമുള്ള പുറത്തു വെച്ചപ്പോൾ സെൻസറുകൾ പണിമുടക്കി. ഫലപ്രാപ്തി പോയി. ഒരു ലേണിംഗ് ആപ്പ്, നല്ല ക്വിസുകളും വീഡിയോകളുമൊക്കെയുണ്ട്. ഓക്കേ. പക്ഷെ അത് ഉപയോഗിക്കുമ്പം ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് തീരുന്നു. അയ്യോ, അപ്പോ കുട്ടികളത് ഉപയോഗിക്കുന്നത് നിർത്തും. അതെ. അപ്പോ ഈ പ്രോജക്റ്റുകളൊന്നും പരാജയങ്ങളല്ല, അത് ഓർക്കണം. അല്ല. മറിച്ച് ഫലപ്രാപ്തി എന്നത് വെറും ക്രിയേറ്റിവിറ്റിയല്ല, അത് നിലനിൽപ്പിനെക്കുറിച്ചാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോ പരിഹാരങ്ങൾ എങ്ങനെ ഫലപ്രദമാക്കാം? നേരത്തെ തന്നെ ഫീൽഡ് ടെസ്റ്റ് ചെയ്യുക, ലാബിൽ നിന്ന് പുറത്തിറങ്ങുക. അതെ, ഉണ്ടാക്കിക്കഴിഞ്ഞിട്ടല്ല, ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ. അതെ, ഇതുപയോഗിക്കാൻ പോകുന്ന യഥാർത്ഥ ആളുകളുടെ അടുത്തേക്ക്, അവരുടെ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോയി പരീക്ഷിക്കുക. പിന്നെ ലളിതമായി സൂക്ഷിക്കുക. കീപ് ഇറ്റ് സിമ്പിൾ. വളരെ പ്രധാനം. ആകർഷകമായ ടെക്നോളജി നല്ലതാണ്, പക്ഷെ പലപ്പോഴും ലാളിത്യമാണ് ആളുകൾ സ്വീകരിക്കുന്നത്, നിലനിർത്തുന്നത്. ഫീഡ്ബാക്ക് ഉപയോഗിച്ച് മെച്ചപ്പെടുത്തുക. യഥാർത്ഥ ഉപയോക്താക്കൾ പറയട്ടെ എന്താണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അല്ലാത്തത് എന്ന്. അത് കേൾക്കാൻ തയ്യാറാകണം. പിന്നെ പരിപാലനം, മെയിന്റനൻസ്. നമ്മളുണ്ടാക്കിയ ഒരു ഉപകരണം, അതുണ്ടാക്കിയ നമ്മൾ പോയാലും തുടർന്ന് പ്രവർത്തിക്കണം. അപ്പൊ ചിന്തിക്കണം, ഇത് ആരാണ് നോക്കി നടത്തുക? അതിനുള്ള സംവിധാനം എന്താണ്? ശരിയാണ്. അപ്പോൾ ഫലപ്രാപ്തിക്കും ഒരു ചെക്ക് ലിസ്റ്റ് ആകാം. ആകാം. ഒരു 4 ചോദ്യങ്ങൾ. 1. എന്റെ ഈ പരിഹാരം ലാബിന് പുറത്ത് യഥാർത്ഥ ലോകത്തിൽ നിലനിൽക്കുമോ? ശരി. 2. എന്റെ ലക്ഷ്യ ഉപയോക്താവിന് ഇത് എളുപ്പത്തിൽ സ്വീകരിക്കാനും ഉപയോഗിക്കാനും കഴിയുമോ? അത്. 3. ഇത് ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കുന്ന അടിസ്ഥാന പ്രശ്നത്തെയാണോ അഡ്രസ്സ് ചെയ്യുന്നത്, അതോ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണോ? 4. കാലക്രമേണ ഇതെങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ നിലനിർത്തും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടോ? ശരി, കൊള്ളാം. ഒരു ATL ടീമിന്റെ അനുഭവം പറയാം. ഒരു മത്സരത്തിനു വേണ്ടി അവരൊരു കുറഞ്ഞ ചിലവിലുള്ള എയർ പ്യൂരിഫയർ ഉണ്ടാക്കി. എങ്ങനെ? സാധാരണ കാർഡ്ബോർഡ് പെട്ടിയും ഫാൻസും പിന്നെ ഹെപ്പ ഫിൽട്ടറുകളും ഒക്കെ വെച്ച്. ഓഹോ. ഒരു റൂമിനകത്ത് വെച്ചപ്പോ നന്നായി പ്രവർത്തിച്ചു, പൊടിയൊക്കെ വലിച്ചെടുത്തു. പക്ഷെ അതുകൊണ്ട് ഒരു ക്ലാസ് മുറിയിൽ വെച്ചു പരീക്ഷിച്ചു. അവിടെ കുട്ടികൾ ഓടിച്ചാടി നടക്കുന്ന കൂടുതൽ പൊടിയുള്ള സ്ഥലമാണ്. അതെ. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ഹെപ്പ ഫിൽട്ടർ മുഴുവൻ അടഞ്ഞുപോയി, കാറ്റ് വരുന്നില്ല. അപ്പോ ഫലപ്രാപ്തി പോയി. അതെ. ടീം ആലോചിച്ചു. എന്നിട്ട് അവർ എന്തു ചെയ്തു? ആ ഹെപ്പ ഫിൽട്ടറിന് മുകളിലായി എളുപ്പത്തിൽ ഊരിയെടുത്ത് കഴുകാൻ പറ്റുന്നൊരു സാധാരണ മെഷ് ഫിൽട്ടർ, വല പോലെ ഒരെണ്ണം പിടിപ്പിച്ചു. ഓ, ഒരു പ്രീ ഫിൽട്ടർ പോലെ. അതെ. അപ്പൊ വലിയ പൊടിയൊക്കെ ആ മെഷിൽ തങ്ങി നിന്നു. ഹെപ്പ ഫിൽട്ടർ അത്ര പെട്ടെന്ന് അടയാതെയായി. ഇടയ്ക്ക് ആ മെഷ് എടുത്ത് കഴുകിയാൽ മതി. അതോടെ പ്രശ്നം പരിഹരിച്ചു. അതെ. പെട്ടെന്ന് ആ പരിഹാരം പ്രായോഗികമായി, വിശ്വസനീയമായി, ഫലപ്രദമായി.
ആ ഫീൽഡ് ടെസ്റ്റിംഗ് ആണ് ആ മാറ്റം കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എടുത്ത് സ്വയം ചോദിക്കൂ, അത് യഥാർത്ഥ സാഹചര്യത്തിൽ പ്രായോഗികമായിരുന്നോ? ഉപയോഗിക്കുന്ന ആൾക്ക് എളുപ്പമായിരുന്നോ? അത് സ്ഥിരമായ ഫലങ്ങൾ നൽകിയോ? അതിന് കൂടുതൽ ഫലപ്രദമാക്കാൻ എന്തു മാറ്റങ്ങൾ വരുത്താമായിരുന്നു? ഓർക്കുക, ഫലപ്രാപ്തി എന്നത് നിങ്ങളുടെ ആശയവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനവും തമ്മിലുള്ള ഫലമാണ്. ഇനി നമുക്ക് ചില യഥാർത്ഥ ഉദാഹരണങ്ങൾ നോക്കിയാലോ? ATL തലത്തിലും ആഗോള തലത്തിലുമുള്ളവ. ഈ ഇൻക്ലൂസിവിറ്റിയും എഫക്റ്റീവ്നെസ്സും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ നോക്കാം. നേരത്തെ പറഞ്ഞ ആ സ്മാർട്ട് ഡസ്റ്റ്ബിൻ ഒന്നുകൂടി എടുക്കാം. ഓക്കെ. അടുത്ത് വരുമ്പോ തനിയെ തുറക്കും. സ്കൂളിൽ ചിലപ്പോൾ സമ്മാനം കിട്ടിയിട്ടുണ്ടാവാം. ഇൻക്ലൂസിവിറ്റി എങ്ങനെയായിരുന്നു? ക്ലാസ് മുറിയിൽ കുഴപ്പമില്ല, പക്ഷെ പുറത്ത് മാർക്കറ്റിലോ ഗ്രാമത്തിലോ വെച്ചപ്പോൾ പൊടിയും അഴുക്കും കാരണം സെൻസർ ശരിയായി പ്രവർത്തിച്ചില്ല. വൈദ്യുതി വേണം എന്നുള്ളതും ഒരു പ്രശ്നമായി. അതെ, എല്ലായിടത്തും വൈദ്യുതി ഉണ്ടാവില്ലല്ലോ. ഇനി ഫലപ്രാപ്തി നോക്കിയാലോ? തനിയെ തുറക്കും എന്നതൊരു ഫീച്ചറാണ്, പക്ഷേ അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിലെ പ്രധാന പ്രശ്നം പരിഹരിച്ചോ? വേർതിരിക്കുന്നതോ അത് കൊണ്ടുപോകുന്നതോ ആയ പ്രശ്നങ്ങൾ മാറിയോ? ഇല്ല. അപ്പോ ഡെമോ തലത്തിൽ ഓക്കെ, പക്ഷേ ഒരു സിസ്റ്റം എന്ന നിലയിൽ അത്ര പ്രായോഗികമായില്ല. ശരിയാണ്. അടുത്തത് IoT അഗ്രികൾച്ചർ പ്രോജക്റ്റ്. മണ്ണിന്റെ ഈർപ്പം അളന്ന് ഫോൺ ആപ്പിലേക്ക് ഡേറ്റ അയക്കും. ഇൻക്ലൂസിവിറ്റി? സെൻസറിന് ഏകദേശം 5000 രൂപ ചെലവ് വന്നു. വലിയ ഫാം നടത്തുന്നവർക്ക് ഓക്കെ, പക്ഷേ ഒരേക്കറോ മറ്റോ ഉള്ള ചെറുകിട കർഷകർക്ക് അവർക്ക് താങ്ങാൻ പറ്റില്ല. ഫലപ്രാപ്തി ശരിയായി ഉപയോഗിച്ചപ്പോൾ ഏകദേശം 30% വരെ വെള്ളം ലാഭിക്കാൻ കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോ ഫലപ്രദമാണ്. ഇതിൽ നിന്നുള്ള പാഠം: ഒരു പ്രോജക്റ്റ് ഫലപ്രദമാവാം, പക്ഷെ എല്ലാവർക്കും അത് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇൻക്ലൂസിവിറ്റിയിൽ പിന്നിലാവാം. രണ്ടും ഒരുപോലെ വരണം. അടുത്തത് AI അറ്റൻഡൻസ് ടൂൾ. ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴി ഹാജരെടുക്കും. ഇൻക്ലൂസിവിറ്റി? ഹൈ റെസല്യൂഷൻ ക്യാമറ വേണം, നല്ല ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ഗ്രാമീണ സ്കൂളുകൾക്ക് ഇത് രണ്ടും ഒരു വെല്ലുവിളിയാകാം. പിന്നെ ഇരട്ടകളോ അല്ലെങ്കിൽ മുഖത്തെന്തെങ്കിലും വ്യത്യാസങ്ങളോ ഒക്കെയുള്ളവരെ തിരിച്ചറിയാൻ ചിലപ്പോൾ തെറ്റുകൾ പറ്റി. ഓഹോ, അതും ഇൻക്ലൂസിവിറ്റിയുടെ പ്രശ്നമാണ്. ഫലപ്രാപ്തി? പ്രവർത്തിക്കുന്നിടത്ത് ടീച്ചർമാർക്ക് ദിവസം ഒരു 10 മിനിറ്റ് ലാഭിക്കാൻ കഴിഞ്ഞു, പക്ഷേ ഇന്റർനെറ്റ് പോയാൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അപ്പോ സാങ്കേതികവിദ്യ ഉണ്ടാക്കുമ്പോൾ തന്നെ അത് പലതരം സാഹചര്യങ്ങളിലും പലതരം ആളുകളിലും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ഫലപ്രാപ്തിയെ അത് ബാധിക്കും. ഇനി കുറച്ചുകൂടി വലിയ തലത്തിൽ നോക്കാം. ഡോക്ടർ വർഗീസ് കുര്യനും നമ്മുടെ ധവളവിപ്ലവവും. ആഹാ, അതേറ്റവും മികച്ച ഉദാഹരണമാണ്. ഇൻക്ലൂസിവിറ്റി നോക്കൂ. വലിയ കോർപ്പറേറ്റുകളെ മാത്രമല്ല ആശ്രയിച്ചത്. അല്ല, ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ഗ്രാമീണ കർഷകരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഈ സംരംഭത്തിന്റെ ഭാഗമാക്കി അവരെ ശാക്തീകരിച്ചു. ഫലപ്രാപ്തി? ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമാക്കി, പോഷകാഹാര നിലവാരമുയർത്തി, ദാരിദ്ര്യം കുറച്ചു. ഇതിലും വലിയ ഫലപ്രാപ്തിയും ഇൻക്ലൂസിവിറ്റിയും ഒരുമിച്ച് വന്ന വേറെ ഉദാഹരണം കണ്ടെത്താൻ പ്രയാസമാണ്. അതുപോലെ ഇലോൺ മസ്കും ടെസ്ലയും. ഫലപ്രാപ്തി വളരെ വലുതാണ്. ഇലക്ട്രിക് കാറുകൾ എന്ന ആശയത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു, വാഹന വ്യവസായത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. പക്ഷേ ഇൻക്ലൂസിവിറ്റി? ടെസ്ല കാറുകൾ ഇപ്പോഴും വളരെ വില കൂടിയതാണ്, സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. തുടക്കത്തിൽ അത് ലക്ഷ്യം വെച്ചത് തന്നെ സമ്പന്നരെയായിരുന്നു. അപ്പോ പാഠം എന്താണ്? വലിയ ഫലപ്രാപ്തി ഉണ്ടാക്കുന്ന ഒരാൾക്കു പോലും ഇൻക്ലൂസിവിറ്റിയുടെ കാര്യത്തിൽ പിന്നിലായി പോകാം, അല്ലെങ്കിൽ അതവരുടെ ആദ്യത്തെ ലക്ഷ്യമായിരിക്കില്ല. ഗൂഗിൾ AI ബയാസ് പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചു. കറുത്ത നിറമുള്ള ആളുകളിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ കൂടുതൽ പരാജയപ്പെട്ടു എന്നത്. അതെ, ഇൻക്ലൂസിവിറ്റി. ഡേറ്റാ സെറ്റിൽ എല്ലാത്തരം ആളുകളും ഒരുപോലെ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ AI ചില ഗ്രൂപ്പുകളെ ഒഴിവാക്കും. അത് ശരിയല്ല. ഫലപ്രാപ്തി? ടെക്നിക്കലി AI പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ചില ഉപയോക്താക്കൾക്ക് മാത്രം. അപ്പോൾ പ്രായോഗികമായി എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടുന്നില്ലെങ്കിൽ ഫലപ്രാപ്തി കുറയുന്നു. അപ്പോൾ പാഠം AI മാത്രമല്ല, ഏത് സാങ്കേതികവിദ്യയും ഇൻക്ലൂസീവായി പരിശീലിപ്പിക്കുകയും പരീക്ഷിക്കുകയും നിർമ്മിക്കുകയും വേണം. അല്ലെങ്കിൽ അത് യഥാർത്ഥ ലോക ഫലപ്രാപ്തിയിൽ പരാജയപ്പെടും. അപ്പോൾ ഇതുവരെ നമ്മൾ ATL തലത്തിൽ ധാർമ്മികത, ഇൻക്ലൂസിവിറ്റി, ഫലപ്രാപ്തിയൊക്കെ നോക്കി. പക്ഷേ മാറ്റം സൃഷ്ടിക്കുന്നത് അവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഇല്ല, ലാബിലോ ക്ലാസ് റൂമിലോ ഒതുങ്ങുന്നൊന്നല്ല അത്. നമ്മുടെ ആശയം യഥാർത്ഥ ലോകത്തിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക്, അതായത് സ്കെയിൽ ചെയ്യുമ്പോൾ പുതിയ സാധ്യതകളും വരും, പുതിയ പ്രതിസന്ധികളും വരും. തീർച്ചയായും. നിങ്ങളുടെ ആശയം 100, 1000 ലക്ഷക്കണക്കിനോ ആളുകളിലേക്ക് എത്തുന്നത് കാണുന്നത് വലിയ സന്തോഷമാണ്. പക്ഷേ അവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണത്? 10 വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സിസ്റ്റം അതേപടി 10,000 പേർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നില്ല. ശരിയാണ്. അവിടെയാണ് ഓരോ ഘട്ടത്തിലും
ധാർമ്മിക ചിന്ത, ഇൻക്ലൂസിവിറ്റി, ഫലപ്രാപ്തി എന്നിവ നിർണായകമാകുന്നത്. വികസിപ്പിക്കുമ്പോൾ, സ്കെയിൽ ചെയ്യുമ്പോൾ ഇൻക്ലൂസിവിറ്റി സംബന്ധിച്ച് പുതിയ ചോദ്യങ്ങൾ വരും, അല്ലേ? വരും. ഉദാഹരണത്തിന് ഭൂമിശാസ്ത്രം. നഗരങ്ങളിലെ ഉപയോക്താക്കൾക്ക് കിട്ടുന്ന അതേ പ്രയോജനം ഗ്രാമീണ മേഖലയിലുള്ളവർക്കോ അല്ലെങ്കിൽ വളരെ ദൂരെയുള്ളവർക്കോ കിട്ടുമോ? ഭാഷയും ലഭ്യതയും. അതെ. നിങ്ങളുടെ പരിഹാരം എല്ലാ പ്രാദേശിക ഭാഷകളിലും മനസ്സിലാക്കാൻ എളുപ്പമാണോ? ഭിന്നശേഷിയുള്ള ഉപയോക്താക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭ്യമാണോ? ചിലവ് താങ്ങാനാവുന്നത്. സ്കെയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലവ് കൂടുമോ? കൂടാം. അപ്പോൾ ലക്ഷ്യമിടുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും അത് താങ്ങാനാകുമോ എന്ന് വീണ്ടും ചിന്തിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ സോളാർ പവർ ഫാനിന് ഉദാഹരണം ഓർക്കുന്നു. അതെ. ഒരു ഗ്രാമീണ സ്കൂളിൽ വിജയിച്ച ആ പ്രോജക്റ്റ് പല ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ നോക്കിയപ്പോൾ ചെറിയ സ്കൂളുകൾക്ക് ഒന്നിലധികം യൂണിറ്റുകൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് മനസ്സിലായി. അപ്പോ അവരെന്തു ചെയ്തു? അവരുടെ പരിഹാരം: പങ്കിട്ട കമ്മ്യൂണിറ്റി ഫാനുകൾ, പിന്നെ ഓരോ ക്ലാസ്സിനും മാറി മാറി ഉപയോഗിക്കാനുള്ള ഒരു ടൈം ടേബിൾ. ലളിതമാണ്, പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രായോഗിക പരിഹാരമായി അത് മാറി. വലുതാക്കുമ്പോഴും ഫലപ്രാപ്തി നിലനിർത്തണം. തീർച്ചയായും. 1. പ്രായോഗികത. വ്യത്യസ്ത പരിതസ്ഥിതികളിൽ ഇത് വിശ്വസനീയമായി പ്രവർത്തിക്കുമോ? 2. പരിപാലനം. അതെ. ഇത് ഉണ്ടാക്കിയ യഥാർത്ഥ ടീം പോയി കഴിഞ്ഞാൽ ആരാണ് ഇത് പരിപാലിക്കുക? ലോക്കലായി അതിനുള്ള കഴിവോ സംവിധാനമോ ഉണ്ടോ? 3. സ്ഥിരത. എല്ലായിടത്തും എല്ലാ ഉപയോക്താക്കൾക്കും ഏകദേശം ഒരേപോലെയുള്ളൊരു സ്വാധീനം, ഒരേപോലെയുള്ളൊരു ഫലം നൽകാൻ ഈ പരിഹാരത്തിന് കഴിയുമോ? ആ വാട്ടർ ഫിൽട്ടറിന്റെ കഥ ഓർമ്മ വരുന്നു. ലാബിൽ സൂപ്പർ. അതെ. ശുദ്ധമായ വെള്ളത്തിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു. പക്ഷേ ചെളിവെള്ളം കൂടുതലുള്ള ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അത് പെട്ടെന്ന് അടഞ്ഞു പോകാൻ തുടങ്ങി. അപ്പൊ എന്തു വേണം? തുടർച്ചയായ മെച്ചപ്പെടുത്തൽ വേണം. പ്രാദേശികമായി വീണ്ടും വീണ്ടും പരീക്ഷിക്കണം. ഫീൽഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് വലുതാക്കുമ്പോഴും ഫലപ്രാപ്തി ഉറപ്പാക്കാൻ പറ്റൂ. തിരിഞ്ഞു നോക്കുമ്പോൾ നിതീഷ് ഗാർഗ് പറയുന്ന ഒരു ലളിതമായ കാര്യം ഓർമ്മ വരുന്നു. ഒരു പ്രോജക്റ്റ് അത് എത്ര അടിപൊളിയാണെങ്കിലും അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഫലപ്രദമല്ലെങ്കിൽ അത് പൂർണ്ണമല്ല. വളരെ ശരിയാണ്. അദ്ദേഹത്തിന്റെ തന്നെ അനുഭവങ്ങൾ. വിദ്യുത് പ്രവർത്തിക്കുമ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കുക എന്നതു മാത്രമായിരുന്നില്ല വെല്ലുവിളി. പിന്നെന്തായിരുന്നു? അത് സാധാരണ കമ്മ്യൂണിറ്റികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുക, ചാർജിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതൊക്കെയായിരുന്നു. അതുപോലെ ചേഞ്ചേറ്റേഴ്സിൽ അതൊരു രസകരമായ വർക്ക്ഷോപ്പ് നടത്തി പിരിയുകയെന്നതായിരുന്നില്ല ലക്ഷ്യം. മറിച്ച് അവിടെ വരുന്ന കുട്ടികളിൽ നിലനിൽക്കുന്നൊരു സ്വാധീനമുണ്ടാക്കുക, അവർക്ക് തുടർന്നും പ്രവർത്തിക്കാൻ പ്രചോദനം നൽകുക എന്നതായിരുന്നു. അതെ. അപ്പോ മാറ്റം വരുത്തുന്നവർക്കുള്ള സന്ദേശം എന്താണ്? 3 കാര്യങ്ങൾ. 1. ഉത്തരവാദിത്തത്തോടെ രൂപകൽപ്പന ചെയ്യുക. എന്റെ ഈ പ്രവൃത്തി കാരണം ആരാണ് ഒഴിവാക്കപ്പെട്ടേക്കാവുന്നത് എന്നെപ്പോഴും ചോദിക്കുക. 2. യാഥാർത്ഥ്യബോധത്തോടെ പരീക്ഷിക്കുക. ഇത് ലാബിനപ്പുറം യഥാർത്ഥ ലോകത്തിൽ പ്രവർത്തിക്കുമോ എന്ന് ഉറപ്പുവരുത്തുക. 3. എല്ലാവർക്കുമായി സൃഷ്ടിക്കുക. കാരണം യഥാർത്ഥ കണ്ടുപിടുത്തം അളക്കുന്നത് അതെത്ര കൂളാണ് എന്നതിലല്ല, അത് എത്ര ജീവിതങ്ങളെ സ്പർശിക്കുന്നു എന്നതിലാണ്. ഓർക്കുക, സാങ്കേതികവിദ്യ നിങ്ങൾക്ക് പറക്കാൻ ചിറകുകൾ നൽകിയേക്കാം. ശരിയാണ്. എന്നാൽ ഇൻക്ലൂസിവിറ്റിയും, അതായത് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സും, ഫലപ്രാപ്തിയും, അതായത് അത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമവും, അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ദൂരെ പറക്കാനും അനേകരെ പ്രചോദിപ്പിക്കാനും ശാശ്വതമായൊരു മാറ്റം സൃഷ്ടിക്കാനും ശക്തി കിട്ടുകയുള്ളൂ. തീർച്ചയായും. അപ്പോ ഇന്നത്തെ ഈ വിശദമായ സംസാരത്തിൽ നിന്ന് നമ്മൾ കണ്ടത് മാറ്റം സൃഷ്ടിക്കുന്നതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഫലപ്രദമാകുന്നതും എത്രത്തോളം പ്രധാനമാണെന്നാണ്. അതെ. കേവലം ഒരു ആശയമുണ്ടായാൽ മാത്രം പോരാ, അതെല്ലാവരിലേക്കും എത്തണം, യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടണം. ധാർമ്മികത, ഇൻക്ലൂസിവിറ്റി, ഫലപ്രാപ്തി, ഈ 3 തൂണുകളിലാണ് യഥാർത്ഥ മാറ്റം പടുത്തുയർത്തപ്പെടുന്നത്. ടെക്നോളജിയുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ. അത് ആരെയും പിന്നിലാക്കുന്നില്ല എന്നും അത് ഏറ്റവും ആവശ്യമുള്ളിടത്ത് ഫലപ്രദമാണെന്നും ഉറപ്പാക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ്. അതെ. നിങ്ങൾ കേൾക്കുന്നവരോട് ഒരു അവസാന ചിന്ത പങ്കുവച്ചാലോ? ആകാം. നിങ്ങൾ ഈയിടെ കണ്ടുമുട്ടിയ ഏതെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തത്തെയോ ആശയത്തെയോ ഈ ഇൻക്ലൂസിവിറ്റിയുടെയും എഫക്റ്റീവ്നെസ്സിന്റെയും കണ്ണിലൂടെ ഒന്ന് നോക്കാൻ ശ്രമിക്കാമോ? അതായത് അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണോ? അത് ശരിക്കും ഉപകാരപ്രദമാണോ? അല്ലെങ്കിൽ അതിലും പ്രധാനമായി നിങ്ങളുടെ സ്വന്തം ആശയങ്ങളിലോ സ്കൂൾ പ്രോജക്റ്റുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിലോ ഈ തത്വങ്ങൾ എങ്ങനെ പ്രയോഗിക്കാമെന്ന് ചിന്തിക്കാമോ?
മാറ്റം തുടങ്ങുന്നത് അത്തരം ചെറിയ ചിന്തകളിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നുമാണ്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. അതുവരെ ചിന്തിക്കുക, പ്രവർത്തിക്കുക, മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക.